നമ്മളങ്ങനെ ചിലപ്പോ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഞാൻ അയ്യോ ഒന്നുകൂടെ പറയാം, മറന്നുപോയി രാവിലെ കൊടുത്തിട്ട് വരാൻ. ഇങ്ങോട്ട് വരാതെ കുഞ്ഞാമ്മ എത്ര. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ ചാനൽ നക്ഷത്ര നെച്ചൂസ്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ അമ്പലത്തിൽ ഞങ്ങള് ഇൻട്രോ എടുക്കാൻ പറഞ്ഞു അതുകൊണ്ട് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ടാണ്. അതാണ് ഞാൻ ഈ വേഷത്തിൽ തന്നെ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും മോളുടെ ബർത്ത്ഡേ എങ്ങനെ വന്നത്, അപ്പൊ ആ കൺഫ്യൂഷൻ ഒന്ന് മാറ്റി വെച്ച് നമുക്ക് ഈ വ്ലോഗ് മൊത്തം കാണാം. ഞങ്ങളുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ്, അപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ഞങ്ങളുടെ മാർച്ച് 21 ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങള് അന്ന് ഏതോ തിങ്കളാഴ്ച ദിവസം ആയതുകൊണ്ട് ജമ്മുവിന് ഓഫീസിൽ ലീവ് എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം പറഞ്ഞ് തലേ ദിവസം ഞായറാഴ്ച അല്ലേ, നമുക്ക് ഞായറാഴ്ച രാത്രിയിൽ 12 മണിക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കാം. അപ്പൊ പിറ്റേന്ന് രാവിലെ എനിക്ക് ജോലിക്ക് പോകാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങള് രാത്രി, അതായത് ഞായറാഴ്ച രാത്രി 12 മണിക്ക് കേക്ക് മുറിച്ച്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിച്ച് ഒരു മണിക്കൂർ ഗ്യാപ്പ് എടുത്തതേ ഉള്ളൂ. വീട്ടിൽ വന്ന് ഒരു 1:30-2 മണിയൊക്കെ ആയപ്പോ വീട്ടിൽ നിന്ന് വിളി വന്ന് വേഗമാ എനിക്ക് വയ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പക്ഷെ എന്താ ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് ഒത്തിരി, ഞാൻ പ്രഗ്നന്റ് ആയ സമയം മുതൽ എനിക്ക് ഡെലിവറി ഏപ്രിൽ 2-ാം തീയതി പറഞ്ഞപ്പോൾ മുതൽ ഞാൻ അന്ന് മുതലേ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം, ഈശ്വര എനിക്ക് മാർച്ച് 21-ാം തീയതി തന്നെ ഡെലിവറി വരണേ എന്ന് പ്രാർത്ഥിച്ചിരുന്ന്. എന്നാലും എങ്ങനെയാണെന്നെങ്കിൽ അങ്ങനെ അടുത്ത എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു, കേക്ക് മുറിക്കുന്നവരെയും കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ 21-ാം തീയതി ഡെലിവറി ആയി. അപ്പം 21-ാം തീയതി ഡെലിവറി, അപ്പം മോളുടെ ബർത്ത്ഡേ ആ ദിവസം, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആ ദിവസം. അന്ന് ഒരു 10-11 മണിയായപ്പം മോളെ പ്രസവിക്കുകയും ചെയ്തു. രണ്ടും ഒറ്റ ദിവസം തന്നെ. അന്ന് മുതൽ ഇന്നോളം ഞങ്ങൾക്ക് സന്തോഷം. ഇപ്പൊ ഞങ്ങൾ 5-ാമത്തെ വെഡിങ് ആനിവേഴ്സറി, മോളുടെ 4-ാമത്തെ ബർത്ത്ഡേ. ഇത് ഇത്ര അല്ലേ, നമ്മുടെ 5-ാമത്തെ വെഡിങ് ആനിവേഴ്സറി, അവിടെ 4-ാമത്തെ ബർത്ത്ഡേ. ഞങ്ങൾക്ക് ഹാപ്പിയായി. ഞങ്ങൾക്ക് ഈ ഒരു ദിവസം ഭയങ്കര ഹാപ്പിയായി. എന്താന്ന് വെച്ചാല് നമ്മൾ ഈ ദിവസം ആഘോഷിക്കാതെ പോയത്, അതായത് മോളുടെ ബർത്ത്ഡേ അന്നല്ല ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ ഇത് മറന്നു പോയത്. ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേനും ഞങ്ങൾ ഇത് ഓർക്കത്ത് പോലും ഇല്ല, ഇങ്ങനെ ഒരു ദിവസം ഉണ്ടതല്ലേ. പക്ഷെ ഇപ്പൊ ഞങ്ങള് മരിക്കുവോളം ഞങ്ങൾ ഈ ഒരു കാര്യം ഓർക്കും. ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേ എന്തായാലും ഞങ്ങൾ മറക്കത്തില്ല, മരിച്ചാലും ഞങ്ങൾ മറക്കത്തില്ല. അപ്പൊ പിന്നെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി മറക്കത്തില്ല. ഒരു വർഷം കൂട്ടി മുന്നോട്ട് നമ്മൾ ചിന്തിച്ചാൽ അവക്കിപ്പോ 10 വയസ്സാണെങ്കിൽ ഞങ്ങളുടെ 11-ാമത്തെ ആനിവേഴ്സറി അങ്ങനെ കണക്ക് കിട്ടിയാൽ. അങ്ങനെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസം. നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേ ഒരു ഡേറ്റ് തരും അവര്. ആ ഡേറ്റ് എനിക്ക് ഏപ്രിൽ 2 കേട്ടപ്പോ തൊട്ടേ എന്റെ പ്രാർത്ഥനയായിരുന്നു, ഈശ്വര 21-ാം തീയതി തന്നെ വരെയായിരുന്നു. അതെന്റെ ആ പ്രാർത്ഥന. ഞാൻ വേറെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ കുഞ്ഞിന് ആരോഗ്യത്തോടെ ഒരു കുറവുകളും ഇല്ലാത്തൊരു കുഞ്ഞിനെ വേണേ എന്ന് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് സമയത്ത് വേറെ ഒരു കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഈ 2 കാര്യങ്ങൾ ആഗ്രഹിച്ചത്, അത് രണ്ടും എനിക്ക് ഈശ്വരൻ തന്നു. അതുകൊണ്ട് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് 3 ആൾക്കും ഭയങ്കര ഹാപ്പിയുള്ള ദിവസം, ഭയങ്കര ഹാപ്പി. ഇനിയുള്ളത് നമ്മുടെ ഈ സർപ്രൈസ് വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു, ഗിഫ്റ്റ് ഒക്കെ കൊടുത്തത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിൽ പോയി. ഇന്നത്തെ ബർത്ത്ഡേ വ്ലോഗ് മൊത്തം ഈ വീഡിയോക്കകത്തിൽ വരുന്നുണ്ട്. അതിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കുഞ്ഞിന്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഞങ്ങള് 2 ഡേറ്റിലെ പരിപാടി ഒരു ഡേറ്റിൽ ആഘോഷിക്കുന്നില്ല. കറക്റ്റ് ഒരു ഡേറ്റിലാണ് ഈ 2 പരിപാടി നടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ആഘോഷിക്കുന്നത്. അപ്പൊ മറക്കാതെ എല്ലാവരും കാണണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കൂടെ തന്നെ നിൽക്കണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം നിങ്ങളുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ കാണാം. ടാറ്റാ. ഇനിയില്ല ഹാപ്പി ബർത്ത്ഡേ എന്റെ ഞങ്ങൾ വീഡിയോ എടുത്തത്. രാവിലത്തെ അൺബോക്സിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കുഞ്ഞാവയ്ക്ക് ഗിഫ്റ്റും ഒക്കെ കൊടുത്തിട്ട് അവർക്ക് സൈക്കിളും ഒക്കെ കൊടുത്ത് അതൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ നേരെ നമ്മൾ കുളിച്ച് റെഡിയായിട്ട് അമ്പലത്തിലോട്ടാണ് പോയിട്ടുള്ളത്. നമ്മുടെ അടുത്തുള്ള ശക്തികുളങ്ങര അമ്പലത്തിലാണ് പോയത്. അവിടെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഇല്ലെന്ന്, വർക്കിംഗ് ഡേ അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ സ്വസ്ഥമായിട്ട് നിന്ന് തൊഴുത് ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞാൻ ദോശയും ഒഴിക്കരുത്. അമ്പലത്തിൽ നിന്ന് നേരെ നമ്മൾ ഹിൽട്ടണിലോട്ടാണ് വന്നിട്ടുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നായിരുന്നു കഴിച്ചത്. ഞാനാണെങ്കിൽ ദോശയും ബീഫ് റോസ്റ്റും മീൻകറിയായിരുന്നു, നെയ്മീൻകറിയായിരുന്നു വാങ്ങിച്ചത്. ജയമോനാണെങ്കിൽ പൊറോട്ടയും ബീഫ് റോസ്റ്റും. പിന്നെ കുഞ്ഞാവയ്ക്കാണെങ്കിൽ ദോശയായിരുന്നു കൊടുത്തത്. അവൾ രാവിലെ പൊറോട്ടയൊന്നും കഴിക്കത്തില്ല. അങ്ങനെ പിന്നെ അവിടുന്ന് നല്ല ഫുഡടിയൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഷോപ്പിങ്ങിനായിരുന്നു വന്നിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഇതേലെ 2 ഗ്ലാസ് ജാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ അതിനുശേഷം ഞാൻ അവക്കാണെങ്കിൽ വാട്ടർ ബോട്ടിൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ വാട്ടർ ബോട്ടിലിൻ്റെ സെക്ഷനിലോട്ട് പോയി. 1-2 എണ്ണം നോക്കിയെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചിറങ്ങി. പിന്നെ എനിക്ക് നേരെ ചെരുപ്പ് വാങ്ങിക്കാനായിരുന്നു പോയത്. കുറേ
നാളുകൊണ്ട് ചെരുപ്പിൽ നടക്കുക ഇതുവരെയും കിട്ടിയില്ല. പിന്നെ നമ്മൾ നേരെ വന്ന് 2 കുലുക്കി സർബത്ത് കുടിച്ച് അതിനുശേഷം പിന്നെ നമ്മൾ നല്ല വെയിലായതുകൊണ്ട് വീട്ടിലോട്ടായിരുന്നു നേരെ വന്നിട്ടുള്ളത്. ഇനി കറക്കമെല്ലാം വെയിൽ തന്നിട്ടാകാമെന്ന് വിചാരിച്ച് നേരെ വീട്ടിലോട്ടിഞ്ഞ് പോന്നേ. മറന്നുപോയി രാവിലെ കൊടുത്തിട്ട് പോകാൻ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പൈഡർമാന്റെ വാച്ച്. ഡ്രസ്സാ ചോദിച്ചത് സ്പൈഡർമാന്റെ, അത് എനിക്കിഷ്ടമല്ല. രാവിലെ ഇതിന്റെ കൂട്ടത്തിൽ തരണമെന്ന് ചോദിച്ചാൽ മറന്നുപോയി. അതെങ്ങനെയാ നീ അതിനകത്ത് കാണില്ല, വീഡിയോയിൽ കണ്ട വാച്ച്. നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് വന്നതെങ്കിലും വന്ന വഴിക്ക് ഞാൻ വീണ്ടും ഒരു സ്പ്രൈറ്റോടെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് വെള്ളം കുടിക്കാൻ ദാഹിച്ച് നിൽക്കും. ഇത്രയും വെള്ളം കുടിക്കാൻ ക്ഷീണിച്ച് വയ്യ. ഞങ്ങൾ ഇനി കറക്കുമുണ്ട്. ഇനി ഫുഡടി എല്ലാം വെളിയുന്ന വെയിൽ കൊണ്ട് നിൽക്കാൻ വയ്യാത്തോണ്ട് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടന്നു. നമ്മളിനി പോയി ചെട്ടുളങ്ങരയ്ക്ക് പോകണം. പതച്ചു വിടുന്നേ. അങ്ങനെ നമ്മൾ റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു ഒരു മണ്ടത്തരം ചെയ്തു. എനിക്ക് മണ്ടത്തരം എപ്പോഴും പറ്റുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ക്യാമറ ഓൺ ആക്കി വെച്ചെന്ന് വിചാരിച്ചു, പക്ഷേ ഓൺ ആക്കിയില്ലായിരുന്നു. ഞാൻ വെറുതെ പിടിച്ചോണ്ടിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലോട്ടായിരുന്നു വന്നിട്ടുള്ളത്. ബീച്ചിൽ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴത്തേനും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബീച്ചിൽ. അങ്ങനെ പിന്നെ കുറേ നേരം ബീച്ചിൽ കറങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബജ്ജി കഴിച്ചായിരുന്നു, ഉള്ളിവട കഴിച്ചായിരുന്നു, ചായ കുടിച്ചായിരുന്നു. പിന്നെ മോക്ക് കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ വീഡിയോസും കുറേ റീലും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം കറങ്ങി അടിച്ചായിരുന്നു. പക്ഷേ നേരെ നമ്മൾ വീട്ടിലോട്ട് പോയിട്ടുണ്ടേ. അപ്പൊ മറക്കാതെ എല്ലാരും കാണണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ ഗീവ് അവേ വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഗീവ് അവേക്ക് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഗീവ് അവേ വീഡിയോയ്ക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും കമന്റ്, നമുക്ക് സബ്സ്ക്രൈബർ ആയിരിക്കണം. നമ്മുടെ വീഡിയോയ്ക്ക് അടിയിൽ കമന്റ് ഇടുന്ന ഒരാളായിരിക്കണം. അത്രയും മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, വേറൊന്നും ചെയ്യുന്നില്ല. അപ്പം എന്താണ് ഗീവ് അവേ വരുന്നതെന്നൊക്കെയുള്ള വീഡിയോ പുറകെ വരാം. അപ്പം